ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. നമ്മളിന്ന് ഇവിടെ പോകുക്കോ ഫ്രണ്ട്സ് ഫാം ആണോ ഫെൻസ് ഫാം ആണോ? എന്തിനാ പോന്നേ? ആരെ കാണാൻ? ഒച്ചത്തിൽ പറയണം, എന്നാലേ കേൾക്കൂ. ആനിമൽസിനെ കാണാം. നമ്മളിന്നൊരു ഫാമിലേക്ക് പോവാണ് കേട്ടോ. പിക്കറ്റ് ഫെൻസ് ഫാം എന്നാണ് പേര്. ഇവിടുന്ന് ദേവനഹള്ളി വരെ പോകണം. ദേവനഹള്ളിയൊക്കെ കഴിഞ്ഞിട്ടാണ്, നന്ദി ഹിൽസ് ഒക്കെ ആയിട്ട് എവിടെയോ എന്തായാലും റൂട്ട് മാപ്പൊക്കെ ഓൺ ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് പോകണം. 44 കിലോമീറ്റേഴ്സ് ഉണ്ട്, ഏകദേശം 1 മണിക്കൂറോളം ഉണ്ട്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഇവിടുന്ന് ഒരു 1 hour ഡിസ്റ്റൻസ് ഉണ്ട്. നന്ദി ഹിൽസ് വരെ പോകണ്ട, അതിന് തൊട്ട് മുമ്പായിട്ടാണ് ഈ ഒരു ഫാം വരുന്നത്. പോകുന്ന വഴിക്ക് കണ്ട ഒരു കാഴ്ച കേട്ടോ. ഒരു വീടിൻ്റെ മുകളിൽ ഇങ്ങനെ കാർ മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. അത് കഴിഞ്ഞ് നമ്മൾ ആ ഫാമിൽ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പേര് പിക്കറ്റ് ഫെൻസ് ഫാം എന്നാണ്. നിങ്ങൾ ഇൻസ്റ്റയിൽ ഇവരുടെ പേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അതിൽ ഇവരുടെ ആനിമൽസും എല്ലാം കാണിച്ചിട്ടുണ്ട്, ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇവർ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു ഫാം കുറച്ച് ദൂരം ഉണ്ടെങ്കിലും ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്, ഭയങ്കര നീറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ. പിന്നെ എൻട്രി ഫീ ആയിട്ട് 400 rupees ആണ് കൊടുക്കേണ്ടത്. അത് നമുക്ക് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാം, അവരുടെ വെബ്സൈറ്റ് വഴിയും ബുക്ക് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ടായാലും കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2 വയസ്സുള്ള കുട്ടികൾക്ക് വരെ ഫ്രീ ആണ്, പക്ഷേ 2 വയസ്സിന് മുകളിലുള്ളവർക്ക് 400 rupees ആണ് കേട്ടോ. കുട്ടികൾക്കായാലും 400 തന്നെയാണ്. അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ബാൻഡ് സ്റ്റിക്ക് ചെയ്ത് തരും. നമ്മൾ ഈ വണ്ടർലയിലൊക്കെ പോകുമ്പോൾ നമുക്ക് കയ്യിലൊരു ബാൻഡ് സ്റ്റിക്ക് ചെയ്ത് തരുമല്ലോ, അതുപോലെ തന്നെ ഒരു ബാൻഡ് സ്റ്റിക്ക് ചെയ്ത് തരും. അത് കഴിഞ്ഞ് നമുക്ക് അകത്തേക്ക് കയറാം. അപ്പോൾ ഓരോ സ്ലോട്ട്സ് അവൈലബിൾ ആണ്. ഞങ്ങൾ ചൂസ് ചെയ്തത് 2 o'clock സ്ലോട്ടാണ്. അപ്പം 2 to 5 വരെ 3 hours നമുക്ക് അതിനകത്ത് എൻജോയ് ചെയ്യാൻ പറ്റും. എത്ര നേരം വേണമെങ്കിലും നിൽക്കാൻ പറ്റും. അങ്ങനെ ടൈം റെസ്ട്രിക്ഷൻസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ പോയത് 2 o'clockനായിരുന്നു. നമ്മളൊരു 5 o'clock വരെയൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഈ ആനിമൽസിനെ കുറിച്ച് പറയാനായിട്ട് ഒരാളുണ്ടാവും, നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അതായത് ഈ ആനിമലിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയും, എത്ര മാസം പ്രായമുണ്ട്, അല്ലെങ്കിൽ എത്ര വർഷം, എത്ര വയസ്സാണ്, പിന്നെ എവിടെ നിന്നാണ് കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും പറയും. അതേപോലെ നമുക്ക് ഫീഡ് ചെയ്യാനും പറ്റും. ചെന്ന് കയറിയപ്പോൾ ഞങ്ങൾ കണ്ടത് ഒരു 11 മാസം പ്രായമുള്ളൊരു ക്യാമലിനെ ആയിരുന്നേ. പിന്നീട് ഇങ്ങനെ ഗോട്ടും ഷീപ്പും ഒക്കെ ഉണ്ട്. അതെല്ലാം ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരും, എത്ര മാസം പ്രായമാണെന്നും എവിടെ നിന്നാണ് കൊണ്ടുവന്നതെന്നും ഒക്കെ പറഞ്ഞു തന്നു. പിന്നെ ഞാൻ ഇതുവരെയായിട്ടും കാണാത്തൊരു ആടായിരുന്നു ജമുന പ്യാരി. ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, ഇതുവരെയായിട്ടും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതും അവിടെ പോയിട്ട് കാണാൻ പറ്റി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ നമുക്ക് അവർക്ക് ഗ്രാസ് ഒക്കെ കൊടുക്കാൻ പറ്റും. പിന്നെ ധൈര്യം ഉണ്ടെങ്കിൽ തൊടാനും പറ്റും. പിന്നെ ചെറിയ ആട്ടിൻകുട്ടിയൊക്കെ കളിക്കാൻ തരും കേട്ടോ. പക്ഷെ അത് വീക്കെൻഡ്സിലല്ല, വീക്ക് ഡേയ്സിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ അവർ ആട്ടിൻകുട്ടീനെ നമ്മുടെ കയ്യിൽ എടുക്കാനൊക്കെ തരും, കളിപ്പിക്കാനൊക്കെ തരും. വീക്കെൻഡ്സ് ആകുമ്പോൾ ആൾക്കാർ കൂടുതലായതുകൊണ്ട് തന്നെ കുറച്ച് റിസ്ക്കാണ്. റിസ്ക് എന്ന് വെച്ചാൽ ഇതിനു മുമ്പ് വീക്കെൻഡ്സിലൊക്കെ ഇങ്ങനെ ഒരുപാട് പേരിങ്ങനെ മാറി മാറി എടുത്തിട്ടാണോ എന്താ പറഞ്ഞൂടെ, ഒരുമിച്ച് ആട് മരിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ കയ്യിൽ കൊടുക്കുന്നില്ല, വീക്ക് ഡേയ്സിൽ മാത്രം കൊടുക്കും. അതാകുമ്പോൾ ക്രൗഡ് കുറവായിരിക്കും, ആ ഒരു സമയത്ത് കൊടുക്കുമെന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ വീക്ക് ഡേയ്സിലാണ് പോകുന്നുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് പോകുന്നതെങ്കിൽ അവർക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. കാരണം കുഞ്ഞാടിനെയൊക്കെ കയ്യിൽ പിടിക്കാനായിട്ടൊക്കെ തരുവേ. നമ്മൾ പോയ സമയത്ത് മോക്ക് ഭയങ്കര പേടിയാണ്. ആദ്യം ഒന്ന് കയറിയ സമയത്ത് അവൾക്ക് ക്യാമലിനെയൊക്കെ കണ്ടപ്പോൾ ഒന്ന് പേടിച്ചെങ്കിലും ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് അവൾ കംപ്ലീറ്റ്ലി ഓക്കെ ആയിട്ടോ. പിന്നെ അവൾ തന്നെയായിരുന്നു എല്ലാ ആനിമൽസിനെയും ഫീഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ കുറച്ച് ഗോട്ടിനെയൊക്കെ ഫീഡ് ചെയ്തതിന് ശേഷം മുന്നോട്ട് പോകുമ്പം അവിടെ റാബിറ്റും ഡക്കും എല്ലാം ഉണ്ട്. അപ്പോൾ റാബിറ്റ് എല്ലാം കൂട്ടിലായിരിക്കും, എന്നാൽ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു റാബിറ്റിനെങ്കിലും ഒന്ന് പുറത്ത് കൊണ്ട് തരും. പിന്നെ അതല്ലാതെ ഗിന്നിപ്പിഗ് ഉണ്ടായിരുന്നു, പിന്നെ ഹെജ്ഹോഗ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനൊന്നും ഇതുവരെയും ഗിന്നിപ്പിഗിനെ ആവട്ടെ ഹെജ്ഹോഗ് ഒന്നും തൊട്ടിട്ടില്ല. റാബിറ്റിനെ നമ്മൾ എടുത്തിട്ടുണ്ട്, പക്ഷേ ഇതല്ലാതെ ഈ ഗിന്നിപ്പിഗിനെ ഒന്നും അങ്ങനെ തൊട്ടിട്ടും ഇല്ല, എടുത്തിട്ടും ഇല്ല. അപ്പോൾ അവിടെ ചെന്നപ്പം അതും ഒന്ന് പറ്റി. ഈ ഒരു കുഞ്ഞ് ഗിന്നിപ്പിഗായിരുന്നു, നല്ല ക്യൂട്ടായിരുന്നേ. നമ്മുടെ കയ്യിലിങ്ങനെ അനങ്ങാതിരുന്നോളും. കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ചാടാൻ തുടങ്ങി, പക്ഷേ എന്നാലും കയ്യിലിങ്ങനെ കളിച്ചുകൊണ്ടിരുന്നോളൂ കേട്ടോ. കുക്കു ആയാലും ഇതുപോലെ ആനിമൽസിനെ ഇങ്ങനെ കളിപ്പിച്ചിട്ടൊന്നുമില്ല, ദൂരെ നിന്ന് കണ്ടിട്ടേ ഉള്ളൂ. നമ്മൾ ഈ സൂവിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഇത്ര അടുത്ത് നിന്നിങ്ങനെ എടുക്കുകയോ തൊടുകയോ ഒന്നും ചെയ്തിട്ടില്ല. റാബിറ്റിനെയൊക്കെ തൊട്ടിട്ടുണ്ട്, പക്ഷേ ഗിനിപ്പിഗിനൊന്നും തൊട്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റി, അതിനെ എടുക്കാനും തൊടാനൊക്കെ പറ്റി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോയപ്പോൾ ഇഗ്വാന ഉണ്ടായിരുന്നു. ഇതിനെ ഞാൻ ദൂരത്ത് നിന്ന് കണ്ടിട്ടുള്ളതല്ലാതെ ഇതുവരെ ആയിട്ടും അടുത്ത് നിന്നിങ്ങനെ തൊടാൻ പോലും ഉള്ള ധൈര്യം എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. എനിക്ക് കുറച്ച് പേടിയാണ്, കാണുമ്പോൾ ഒരു പേടി തോന്നും. പക്ഷെ അവിടെ നിന്നവർ പറഞ്ഞു കേട്ടോ, ഇതൊന്നും ചെയ്യില്ല, ഇത് വെജിറ്റേറിയൻ ആണ്, ഒന്നും ചെയ്യില്ല, ഇതിങ്ങനെ നമ്മുടെ ദേഹത്തു നിന്ന് ഇങ്ങനെ എഴിഞ്ഞു പോത്തേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഒരു ധൈര്യം തോന്നി. എനിക്കൊന്ന് മുട്ടി നോക്കണം തോന്നി. അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തൊട്ട് നോക്കിയപ്പം ഓക്കെയാന്ന് തോന്നി. കുറച്ച് ധൈര്യം വന്നപ്പോഴത്തേനും ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഒന്ന് എടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേരം അതിനെ എടുത്ത് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലതായിരുന്നു കേട്ടോ, പാവമായിരുന്നു. പാവമാണ്. ഞാൻ ഒരു തവണ എടുത്തു,
ആദ്യം ഞാൻ എടുത്തപ്പം എൻ്റെ മുടി ഇങ്ങനെ അഴിച്ചിട്ടേക്കായിരുന്നു. അപ്പോൾ എടുത്തപ്പോഴത്തേനും മുടിയിൽ ഇങ്ങനെ കുരുങ്ങിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒന്ന് അവനെ ഇറക്കി വെച്ചതിന് ശേഷം മുടിയെല്ലാം ഒന്ന് കെട്ടി അത് കഴിഞ്ഞിട്ട് എടുത്തു. അപ്പോൾ ആൾ ഓക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ കുറച്ച് നേരം നമ്മുടെ ദേഹത്തിരുന്ന് കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. അവർക്ക് കംഫർട്ടബിളായിട്ട് തോന്നുന്ന സ്ഥലത്ത് ഇങ്ങനെ കയറിയിരിക്കും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് മെയിനായിട്ട് ഈ കയ്യിലൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഇരിക്കുന്നത് കേട്ടോ. കുറച്ച് നേരം ഇങ്ങനെ എടുത്തപ്പോഴത്തേനും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതല്ലാതെ ഒരു ഗ്രീൻ കളർ ഉണ്ട് വലിയത്, അത് അവർ അന്ന് പുറത്തെടുത്തില്ല. മേ ബി ക്രൗഡ് ആയതുകൊണ്ടായിരിക്കാം ഏതെങ്കിലും ഒന്നിനെ പുറത്തെടുക്കത്തുള്ളൂ. അപ്പോൾ ഇതായിരുന്നു അന്ന് പുറത്തുണ്ടായിരുന്നത്. എനിക്കിതിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ കളറും ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടെ. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനും കുക്കുനൊന്ന് തൊട്ട് നോക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവളും കുറച്ച് നേരം ഒന്ന് തൊട്ട് നോക്കി. പക്ഷെ അവൾ കംപ്ലീറ്റ്ലി ആ ഗിന്നിപ്പിഗും റാബിറ്റിനും അതിൻ്റെയൊക്കെ പുറകിലായിരുന്നേ. നമ്മൾ ഇഗ്വാനനെയൊക്കെ എടുത്തതിന് ശേഷം പിന്നെ പാരറ്റിനെ ഫീഡ് ചെയ്യാൻ പോയി. അത് കഴിഞ്ഞിട്ട് അവിടെ പേർഷ്യൻ ക്യാറ്റ്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കുറച്ച് നേരം കളിച്ചു. ഈ പേർഷ്യൻ ക്യാറ്റ്സ് ഒക്കെ ഒന്നും ചെയ്യില്ല കേട്ടോ. നമുക്ക് അതിനെ തൊട്ടുകൊണ്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുക, ഒന്നും ചെയ്യില്ല. പക്ഷെ ഞങ്ങൾ ഈ ഒരു ഫാം ചൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ, ഞങ്ങൾ ഈ ഒരു ഫാമിലേക്ക് മെയിനായിട്ട് പോകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന ഹോർസിന് വേണ്ടിയിട്ടാണ്. ഈ കാണുന്ന ഹോർസ് എന്നല്ല പറയാം, ഈ ഹോർസിനെ ഇഷ്ടപ്പെടുന്ന, എനിക്കറിയില്ല എത്ര കുട്ടികൾക്ക് ഇഷ്ടമാണെന്ന്, പക്ഷേ എൻ്റെ മോക്കുണ്ടല്ലോ ഹോർസ് എന്ന് വെച്ചാൽ ഭ്രാന്താണ്. കുതിര അവളുടെ ക്രേസാന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് ഇഷ്ടമാണ് കുതിരനെ. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആനിമൽ ഏതാണെന്ന് ചോദിച്ചാൽ അവൾ പറയും ഹോർസ് എന്ന് പറയും. അത്രയ്ക്കും ഇഷ്ടമാണ് കേട്ടോ. ചെറുപ്പത്തിൽ യൂണിക്കോൺ ഒക്കെ ആയിരുന്നു ഭയങ്കര ഇഷ്ടം. പക്ഷേ ഇപ്പം അവൾക്ക് റിയൽ ഹോഴ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. മെയിനായിട്ട് നമ്മൾ പോയത് അവൾക്ക് വേണ്ടിയിട്ടാണ്. അതും അവളൊരു ഹോഴ്സ് റൈഡിങ് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ. നമ്മൾ ഈ ഒരു ഫാമിനെ കുറിച്ച് നോക്കുന്ന സമയത്ത് അതിലൊരു റീൽ കണ്ടിട്ടുണ്ടായിരുന്നു ഹോഴ്സ് റൈഡിങ്ങിൻ്റെ. അത് കണ്ടപ്പോഴാണ് അവൾ എന്നോട് പറഞ്ഞത് ഇവിടെ എന്തായാലും പോകണം, അവൾക്ക് ഹോഴ്സ് റൈഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. നമ്മളവിടെ ചെന്നപ്പം അവിടുത്തെ ഹോഴ്സൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അവരെ തൊടാനും ഫീഡ് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെ കുറേ ഗ്രാസൊക്കെ അവൾ തനിയെ പോയിട്ട് എടുത്തുകൊണ്ട് വരുമായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ആദ്യം പോയപ്പോൾ ഒന്ന് അവളിങ്ങനെ ചമ്മി നിന്നെങ്കിലും പിന്നെ അവൾ തന്നെയായിരുന്നു എല്ലാം ചെയ്ത്
ചെയ്തുകൊണ്ടിരുന്നത്. അവൾ തന്നെ പോയിട്ട് ഗ്രാസ് ഒക്കെ എടുത്തുകൊണ്ട് വന്ന് അവർ ഫീഡ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ കുറേ നേരം തൊട്ട് കളിപ്പിക്കുകയൊക്കെ ചെയ്തു. അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഇത്രയും ആനിമൽസിനെ കണ്ടു കഴിഞ്ഞിട്ട് അവൾക്ക് ഈ ഹോർസിനെ കണ്ടപ്പോഴത്തേന് പിന്നെ എനിക്കൊന്ന് ഒരു മണിക്കൂറോളം അവൾ അവിടെ തന്നെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈം. അതിനെ കളിപ്പിച്ചു, അതിനെ തൊട്ടും ഫീഡ് ചെയ്തും അവിടെ തന്നെ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നേ. പിന്നാണ് എന്നോട് പറഞ്ഞത്, അമ്മ ഇവിടെ ഹോർസ് റൈഡിംഗ് ഇല്ലേ, നമുക്കൊന്ന് പോയി അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഹോർസ് റൈഡിങ്ങിന് പോയി ചോദിച്ചു. അപ്പം അത് എക്സ്ട്രാ ചാർജസ് ആണ് കേട്ടോ. അത് ഈ 400 എക്സ്ട്രാ ചാർജാണ്. 200 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. ഒരു 3 റൗണ്ട് ഉണ്ടാവും. അത് വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് എത്രയാണ് ഒരു റൗണ്ട് എന്നുള്ളത്. അതുപോലെ ഒരു 3 റൗണ്ട് അവർ കൊണ്ടുപോയി ഇങ്ങനെ ചുറ്റിച്ചിട്ട് വരും. അപ്പോൾ അതിന് 200 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. മേ ബി അത് കുറച്ച് കൂടുതലായിരിക്കാം, ആണ്. കാരണം നമുക്കിപ്പോൾ ബാംഗ്ലൂരിൽ പലയിടത്തായിട്ട് ഹോർസ് റൈഡിംഗ് ഉണ്ട്, 100 റുപ്പീസിനൊക്കെ വിടും. പക്ഷേ എന്നാലും ഇതൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. അവിടെ പോയി ഇവരുടെ കൂടെ കുറച്ച് നേരം കളിച്ചതിന് ശേഷം ഒരു ഹോർസ് റൈഡ് എന്നൊക്കെ പറയുമ്പം കുട്ടികൾക്ക് അതൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ ഹോർസ് റൈഡ്. അങ്ങനെ നമ്മൾ അവളെയും കൊണ്ട് ഹോർസ് റൈഡിങ്ങിനും കൊണ്ടുപോയി. ഇതൊന്നും അല്ലാതെ അവിടെ സ്നേക്ക് ഉണ്ട്. പക്ഷെ നമ്മൾ പോയ സമയത്ത് അത് പുറത്തെടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം അവർ പറഞ്ഞത് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു 4 ദിവസം പുറത്തെടുക്കത്തില്ലെന്ന്. അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ തൊടുമ്പോൾ അത് ചത്തുപോകുന്നതാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇനി പോവുകയാണെങ്കിൽ എന്തായാലും കാണണം, എടുക്കണം. അതല്ല, ഈ ഡോഗ്സ് ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ. 2 പേരുണ്ട്, ഭയങ്കര ക്യൂട്ട് 2 ഡോഗ്സാണ്. ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അവർ നമ്മുടെ അടുത്ത് വന്ന് നിന്ന് തരും ഇങ്ങനെ നമുക്ക് അവർ തൊടാൻ വേണ്ടിയിട്ട്. അതല്ലാതെ പശുക്കളുണ്ടായിരുന്നു, കുഞ്ഞ് പശുക്കിടാവൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാ ആനിമൽസും അടങ്ങുന്ന ഒരു കുട്ടി ഫാമാണ് കേട്ടോ. അങ്ങനെ ഭയങ്കര വലിയ ഫാമാണെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ ചെറിയൊരു ഫാമാണെങ്കിലും നല്ല വെൽ മെയിൻറ്റൈൻഡ് ഫാമാണ്, നല്ല നീറ്റാണ്. അതുപോലെ നല്ല പച്ചപ്പുണ്ട്. പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചുറ്റും മൗണ്ടെയിൻസും ഒക്കെ ആയിട്ട് നേച്ചറിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഫാമാണ് കേട്ടോ. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഗ്രീനറി ആണെന്നുള്ളത്. നമുക്ക് ആ ലോണൊക്കെ ആയാലും അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കുട്ടികളെ കൊണ്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പോകാം. അതേപോലെ ഫുഡൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവിടെ പോയിരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യാം. അവർ മാറ്റൊക്കെ തരും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കഴിക്കുകയൊക്കെ ചെയ്യാം. നമുക്കതൊന്നും അറിയാത്തതുകൊണ്ട് നമ്മളത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ നിങ്ങൾ പോകുകയാണെന്നുണ്ടെങ്കിൽ ഫുഡൊക്കെ കൊണ്ടുപോയിക്കോളൂ. കാരണം എന്ന് വെച്ചാൽ സൊമാറ്റോയോ അല്ലെങ്കിൽ സ്വിഗ്ഗി വഴി ബുക്ക് ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ദൂരമുണ്ട്, കുറച്ച് ഔട്ട്സ്കേർട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പൈസയും ആവും, പിന്നെ അത്ര പെട്ടെന്നൊന്നും കിട്ടുകയില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഫുഡ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ലോണിൽ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമൊക്കെ അവർ ഒരുക്കി തന്നോളും. അങ്ങനത്തെ ഒരു അടിപൊളി ഫാമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കൂ, നിങ്ങളുടെ കുട്ടികളെയും കൊണ്ട് ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടും. ഞങ്ങൾ എന്തായാലും ഫുഡൊന്നും കഴിക്കാതെയാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് തിരിച്ച് വരുന്ന വഴിക്ക് ദേവനഹള്ളിയൊക്കെ അടുക്കാറായപ്പോഴത്തേന് അവിടെ എംപയർ ഹോട്ടൽ കണ്ടു. എന്നാൽ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് കയറി. മസാല പാപ്പടും ബിരിയാണിയും പിന്നെ ഒരു റോളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഫുഡ് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല കേട്ടോ. യൂഷ്വലി നമ്മൾ ഇന്ദിരാനഗറിൽ എംപയർ ഹോട്ടലിൽ പോകാറുണ്ട്, അവിടുത്തെ ഫുഡൊക്കെ തരക്കേടില്ലാത്ത. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ കയറിയത്. പക്ഷേ എനിക്ക് ഫുഡ് അത്ര ഇഷ്ടപ്പെട്ടില്ല. മസാല പാപ്പടിന് ഭയങ്കര ഉപ്പും ബിരിയാണിക്ക് ഒട്ടും എരിവും അങ്ങനെയൊന്നും ഇല്ലായിരുന്നേ. പക്ഷേ നല്ല വിശപ്പുണ്ടായിരുന്നത് കൊണ്ട് എല്ലാം കഴിച്ച് ഒട്ടും വേസ്റ്റ് ആക്കിയില്ല. അത് കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ ഒരു കുട്ടി വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അൺടിൽ ദെൻ ടാറ്റാ.